അപ്പോഴേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിച്ചു കേട്ടോ. കഴിച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഇന്ന് എന്തെങ്കിലും ഒരെണ്ണം മതിയല്ലോ എന്ന് കരുതിയിട്ട് പോയത്. അപ്പോൾ എന്നാൽ ഏതായാലും ഇച്ചിരി അവിയൽ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അവിയൽ ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഇച്ചിരി ഇതെന്താ ഒരുപാടുണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അപ്പുറത്തെ ചേച്ചിയുണ്ട്. ഏട്ടനും ചേച്ചി മാത്രമേ ഉള്ളൂ. കുട്ടികളെല്ലാം ജോലിക്ക് പോയതുകൊണ്ട് അവിടെ ഇല്ല. സൺഡേ മാത്രമേ അവരുണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അവർക്കും വേണ്ടിയിട്ട് നൈറ്റിൽ 2 പേർക്ക് വേണ്ടി മാത്രമായിട്ട് കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ചോറ് പിന്നെ ചേച്ചി വെച്ച് വയ്ക്കും. അപ്പോൾ കറി വയ്ക്കുമ്പോൾ ഞാൻ ഇച്ചിരി അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അപ്പുറത്ത് തന്നെ നമുക്ക് വേണ്ടി വൈകുന്നേരത്തേക്കുള്ള ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു അവിയലാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് അവിയലുണ്ടാക്കി അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ വൈകിട്ടാണ് ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് ഉണ്ടാക്കാൻ നോക്കിയത്. കാരണം ഇച്ചിരി ചൂടായിട്ട് കഴിക്കാമല്ലോ. ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ. പുറത്ത് നല്ല മഴയും ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് കേട്ടോ മഴ ഇച്ചിരി ഒന്ന് കുറഞ്ഞ് കിട്ടിയത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇച്ചിരി കട്ടൻ ചായ, അങ്ങനെ പതിവില്ലാത്തതാണ്, എന്നാലും കട്ടൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇന്ന് കുടിക്കാൻ തോന്നിയത് കൊണ്ട് കുടിക്കുകയാണ് കേട്ടോ. അല്ലാതെ ഞാൻ ചായക്ക് അഡിക്റ്റല്ല, പഞ്ചസാര അങ്ങനെയുള്ള മധുര സാധനങ്ങൾക്കൊന്നും അഡിക്റ്റല്ല. അപ്പോൾ കറി എന്തെങ്കിലും ചേച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളും. നമ്മളിവിടെ സൈഡായിട്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ അപ്പുറത്തെ ഈ തുണി വിരിച്ചിരിക്കുന്ന എന്തിനാ പറയുക, എണ്ണ അങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ അറിയാതെ അത് അങ്ങനെ തന്നെ കിടന്നു കഴിഞ്ഞാൽ വൃത്തികേടായി പോയില്ല. എത്ര തുടച്ചാലും ചിലപ്പോൾ പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഫുഡിൻ്റെ ഐറ്റംസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.